നമ്മൾ ഓൾറെഡി ഇവിടുത്തെ 3 ബെഡ്റൂം വരുന്ന ബംഗ്ലാവും അതേപോലെ തന്നെ ഗ്ലാസ് ഹൗസും കണ്ടതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ എ-ഫ്രെയിം കോട്ടേജും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ചെറിയൊരു ഗാർഡൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു എ-ഫ്രെയിം കോട്ടേജ് വരുന്നത്. ആദ്യം കണ്ടതുപോലെയുള്ളൊരു ഗ്ലാസ് ഹൗസ് അല്ല കേട്ടോ ഇവിടെ വരുന്നത്. ഇത് മുഴുവനും വുഡ് വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഈ എ-ഫ്രെയിം കോട്ടേജിനുള്ളിൽ നമുക്ക് കിട്ടും. നൈറ്റാണ് ഈ ഒരു എ-ഫ്രെയിം കോട്ടേജിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. കംപ്ലീറ്റ് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡാണ് അവരിൽ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ടും അവർ കപ്പിൾസിന് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എ-ഫ്രെയിം കോട്ടേജ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നടുവിലായിട്ടൊരു ചെറിയ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് അമ്യൂണിറ്റീസ്, അതായത് ഇലക്ട്രിക് കെറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയിലെ എല്ലാ കാറ്റഗറിയിലും പെട്ട റൂംസും അതേപോലെ തന്നെ സ്റ്റേയും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരിക. അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ഡേറ്റിനാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ള കാര്യവും A to Z കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. മിക്ക ആൾക്കാരും വീഡിയോ കണ്ട ശേഷം ഡയറക്റ്റ് മെസ്സേജ് അയക്കും. നമുക്കറിയില്ല നിങ്ങൾ ഏത് പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് കണ്ടതെന്നുള്ളത്. അതുകൊണ്ട് സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ ആ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ബുക്കിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. പിന്നെ ഇത്തരത്തിൽ നല്ല നല്ല റിസോർട്ടുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ ഒരു ചാനൽ എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.